ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് ചക്കയും കൊണ്ട് എരിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ചക്ക ചെറുതായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാവേ. ഇനി അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒതുക്കണം. അതിനായിട്ട് നമ്മൾ നാളികേരം ചിരകിയതും ചെറിയ ഉള്ളിയും ജീരകം, കുരുമുളക്, കറിവേപ്പില ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചക്ക വെന്തോന്ന് നോക്കാം. അപ്പോൾ ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒതുക്കി വെച്ച തേങ്ങ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് ചെറിയ തീയിൽ കിടക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. ഈ തേങ്ങ വറുക്കാനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിരകി വെച്ചേക്കണ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട്. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ. ഇനി നമുക്കത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കതൊന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത് നന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചക്ക എരിശ്ശേരി. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.